ഹേയ് ഫ്രണ്ട്സ്, എന്തെല്ലാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് അവസാനം വരെ കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീട്ടുവിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ തന്നെ ഹിബമോൾക്കുള്ള ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞ ദോശയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഭയങ്കര എന്താ പറയുക, ഹിബമോൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നാണത്. പക്ഷേ ഞാനെന്ത് ചെയ്തു, ബ്രെഡ് ഒന്ന് ചൂടാക്കി കൊടുത്ത് അതിൻ്റെ ഇടയിൽ മുട്ട വെച്ച് സോസ് വെച്ച് അവൾ അങ്ങനെ കഴിച്ചു. ഞങ്ങൾ ഈ ദോശ കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ദോശയെല്ലാം കഴിച്ച് ഇതാ നല്ല മധുരമുള്ള കട്ടൻ ചായ ഇതിലേക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ കഴിക്കാൻ തേങ്ങയും ജീരകമൊക്കെ അരച്ച് വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ദോശ ഉണ്ടാക്കാറ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ട് ബാക്കി വന്നതാണ് കേട്ടോ. അത് എല്ലാവരും കഴിച്ചു, അതിൽ ഞാൻ ലാസ്റ്റ് കഴിച്ചാളാണ്. അപ്പം ഞാൻ കഴിച്ചിട്ട് അങ്ങനെ ബാക്കി വന്നപ്പോൾ അതും അടച്ചു വെച്ച് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. കാരണം ഇക്കാക്ക് ഇന്ന് ജോലിയൊന്നുമില്ല, ഞായറാഴ്ച വേണ്ടി ലീവാ, മക്കൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നതിന് ശേഷം ഞാൻ കുടിക്കുന്ന വെള്ളം കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. ഞാൻ വെള്ളത്തിന് പോകുമ്പോൾ ഇതാ ലുബമോളും ഫ്രണ്ട്സും കൂടി മദ്രസ വിട്ടു വരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ കുടിക്കുന്ന വെള്ളം കൊണ്ടുവരുന്ന ഒരുവിധം പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ കുഴൽക്കിണറാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിണറ്റിലത്തെ വെള്ളമാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് തൊട്ട വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വീട്ടിൽ നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം കേട്ടോ. ഫ്രിഡ്ജിലത്തെ വെള്ളമൊന്നുമല്ല, കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ കിണറിലത്തെ വെള്ളം. അപ്പോൾ ഇതന്നെ വർഷങ്ങളായിട്ട് നമ്മൾ കുടിക്കണം കേട്ടോ. അപ്പോൾ അത് കോരാൻ വേണ്ടി ഞാനും ഹിബമോളും കൂടെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഹിബമോളുടെ 2 ഫ്രണ്ട്സ് അവരുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വെള്ളത്തിന് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിബമോളെ. എപ്പോഴും വിളിച്ചിട്ടും അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും ഹിബമോളെ വിളിക്കുന്നത്. അങ്ങനെ ഇതാ നല്ല വെള്ളം ഒന്ന് താഴ്ന്നു കേട്ടോ. കാരണം ഒന്ന് വെയിൽ ഉദിച്ച് 2 ദിവസമായിട്ട് ചെറിയൊരു വെയിലുള്ളതുകൊണ്ട് തന്നെ നല്ല കയറിയിട്ടായിരുന്നു വെള്ളം. അപ്പോൾ ഒന്ന് താഴ്ന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നല്ല വെള്ളമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, നല്ല തണുത്ത വെള്ളമാണിത് കേട്ടോ. വെള്ളം എല്ലാം കോരിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ആ പാളയിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ. അടാറ് ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് നല്ല അറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെയെന്ന് പറയാൻ നമ്മളിപ്പോൾ ഇത് എന്ത് ചെയ്താലും ചിലർ ഭയങ്കര പുച്ഛം മാത്രമായിരിക്കും കേട്ടോ. കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ചിലരായിരിക്കും. പക്ഷേ അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിവിടെ നമ്മുടെ ജോലി ആയിട്ട് മുന്നോട്ട് പോകും. കാരണം നമ്മൾ ആരെയും കണ്ടിട്ട് തുടങ്ങിയ ഒരു ഇതല്ല കേട്ടോ. ഞാൻ എൻ്റെ ചാനൽ സ്വന്തം ഇഷ്ടത്തിന്, എൻ്റെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഒരു ഏണിങ്സ് വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും നമുക്ക് മറ്റൊരാളുടെ ഒരു ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഇഷ്ടമുണ്ടോ, അവർ പറയുമ്പോൾ നിർത്തണോ, അവർ പറയുമ്പോൾ ചെയ്യണോ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ എന്താ പറയുക, നമുക്കൊരു നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ട് എത്തിയതാണ്. ചെറിയൊരു ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ല ഏതൊരു യൂട്യൂബേഴ്സും നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും അതിന് ഏൺ ചെയ്യണം വിചാരിച്ചിട്ട് മാത്രമാണ് യൂട്യൂബ്സ് തുടങ്ങുന്നത്. അപ്പോൾ അതിലിടുന്ന ഷോർട്സും വീഡിയോസും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കാണാൻ ഭയങ്കര തിടുക്കമായിരിക്കും. കുറ്റം പറയാനും ഭയങ്കര ഇതായിരിക്കും. പക്ഷേ ഇരുന്ന് കാണാൻ ആകാംക്ഷ ഏറ്റവും കൂടുതൽ അവർക്കായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ആര് പറഞ്ഞാലും നിർത്തുക, അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോഴത്തേനും എന്തെങ്കിലും അത് നമ്മൾ മൈൻഡ് മാറൊന്നുമില്ല. കാരണം അത്ര റിസ്ക് എടുത്തുണ്ടാക്കിയ നമ്മുടെ ചാനൽ. അങ്ങനെ അതെല്ലാം പോട്ടെ കേട്ടോ. ഒന്ന് ഞായറാഴ്ച വേണ്ടി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ സൂപ്പ് ആക്കാമെന്ന് വിചാരിച്ച് ചോറിനും. ഒപ്പം അതാ ഗോബി മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനെ സെറ്റാക്കി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ഉച്ചക്കുള്ള ഫുഡിന്. ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിൻ്റെ കാര്യം മറന്നു. സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ ലുബമോൾക്കും ഹിബമോൾക്കൊക്കെ ഇത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതും. അങ്ങനെ ഇതാ കുറച്ച് കോളിഫ്ലവറൊക്കെ അതിൽ പറഞ്ഞ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സോസും ഉപ്പും സോയാ സോസും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് അതിൽ ഇട്ട് കൊടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറുണ്ട്, നല്ല റേഷൻ അരിയുടെ വെറുതെന്നുള്ള ജയരി പോലത്തെ ചോറാണ് കേട്ടോ. അതുണ്ട്, സൂപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. ഇനി നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഡെയിലി വ്ളോഗ് ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും പറ്റാറില്ല കേട്ടോ. ഡെയിലി വിശേഷങ്ങൾ ഷെയർ ആക്കണമെന്നുണ്ടായിരുന്നു. മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ടൈം കിട്ടാറില്ല. അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ ആയതിനു ശേഷം ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.